എങ്ങനെയുണ്ട്? എത്ര നാളായി നിന്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട്? ഉവ്വ്. എന്ത് പറ്റി? ഒന്നുമില്ല. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ എത്തും വരെ കുറച്ച് ടെൻഷനായിരുന്നു. വണ്ണല്ലോ കുറഞ്ഞല്ലോ. സൈറ്റിലെ വർക്കല്ലേ? ചൂടാണല്ലേ? ഭയങ്കര ചൂട്. സമ്മർ സ്റ്റാർട്ട് ചെയ്ത്. ഇതെന്താ? അത് ദുബായിലേക്ക് വരികയല്ലേ, ഞാൻ പാർലർ പോയിപ്പോ. കൊള്ളാം. അച്ഛാ, ഇതിന്റെ ഫുഡ് എവിടെയാ അച്ഛാ? ഫുഡ് ദാ ഇവിടെ ഉണ്ട്, ഞാൻ തരാം. ഏത് മീനെയാ മോക്ക് ഇഷ്ടപ്പെട്ടത്? കൊള്ളാമോ അക്വേറിയം? മോള് കിടന്നോ? ഒന്ന് ഉറങ്ങിക്കോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. കഴിഞ്ഞോ? സച്ചിന്റെ ഷർട്ട് എല്ലാം പഴകിയിരിക്കുന്നു. അത് കുഴപ്പമില്ല, ഞാൻ നാട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കാം. അടുത്ത ആഴ്ച മോളുടെ ബർത്ത്ഡേ ആണ്, ഓർമ്മയുണ്ടോ? ഓ, ഇത്തവണ നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം. സച്ചി സാറിന്റെ വൈഫല്ലേ? അതെ. സാറ് പറഞ്ഞിരുന്നു ഇത് മോൾക്ക്. താങ്ക് യു ചേട്ടാ. നേരത്തെ എത്തിയോ? കുറച്ച് നേരത്തെ ഇറങ്ങി. മോളെവിടെ? ഇതെന്താ? മോൾക്കുണ്ടാ? അകത്തുണ്ട്. മോളെ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അച്ഛാ. അമ്മ തുറക്കട്ടെ? അമ്മേ ലാപ്ടോപ്പ്. താങ്ക്സ് അച്ഛാ, ഐ എം സോ ഹാപ്പി. ഹാപ്പി ആയോ? മോൾക്ക് സന്തോഷമായല്ലോ. സച്ചേട്ടാ, ഞാനിന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നു. അവിടെ വെച്ചൊരു പെൺകുട്ടി വന്ന് പരിചയപ്പെട്ടു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ആ കുട്ടി വീട്ടിൽ വന്നു. ചേച്ചി, എന്നെ മനസ്സിലായോ? വാ, കേറി വാ. ഇരിക്കെ. മോൾക്ക് എങ്ങനെ വീടെങ്ങനെ മനസ്സിലായി? താഴത്തെ സൂപ്പർ മാർക്കറ്റുകാരൻ പറഞ്ഞു തന്നതാ. പറയൂ മോളെ, എന്താണ് വിശേഷം? ചേച്ചി, നാട്ടിൽ ഞാനൊരു ഡാൻസ് ടീച്ചറായിരുന്നു. കൊറോണ കാരണം സ്കൂളെല്ലാം അടച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത്. ഇവിടെ വന്നപ്പോൾ സ്കൂളും ഇല്ല, വേക്കൻസീസും ഇല്ല. ഇപ്പം ഞാനൊരു മസാജ് സെൻ്ററിലാണ്. എനിക്കാണെങ്കിൽ അതൊന്നും പൊരുത്തപ്പെട്ട് പോകാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ചേച്ചിയുടെ അടുത്ത് വന്നത്. ചേച്ചി കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്താ പറയണ്ട മോളെ, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ വന്നിട്ട് അധികമൊന്നും ആയില്ലല്ലോ. വേദനിക്കാതെ. സച്ചിയുടെ മരിപ്പോൾ
സച്ചിട്ടുണ്ട് പറയാം. സച്ചിട്ട് എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. വാ, ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം. വിഷമിക്കാതെ. മോള് നാട്ടിലെവിടെയാ? നാട്ടിൽ തൃശ്ശൂർ. ചേച്ചി എവിടെയാ? ഞാൻ ട്രിവാൻഡ്രം. വിഷമിക്കണ്ട കേട്ടോ. സച്ചിട്ടൻ വരട്ടെ. സച്ചിട്ടൻ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പോയിട്ട് കാണാതിരിക്കില്ല. ഞാൻ പോട്ടെ ചേച്ചി. ഇവിടെ ഒരുപാട് ആളുകൾ ഇതുപോലെ വഞ്ചിക്കപ്പെടുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഹായ് ഹലോ ഹായ് മോളു. വെരി വെരി നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. Good evening, sir. How are you? ഗുഡ് കാർത്തിക, ഗുഡ് ഈവനിങ്. എന്താണ് ദുബൈയിലെ വിശേഷങ്ങൾ? ഇവിടെ സുഖമാ. എന്താണ് പുതിയ ലാപ്ടോപ്പ്, പുതിയ ഡ്രസ്സ്, എന്താണ് വിശേഷങ്ങൾ? ഇതെന്റെ അച്ഛൻ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാ. ആഹാ, പുതിയ ഡ്രസ്സ് മേടിച്ചു തന്നു. അമ്മയുടെ മോളെ. അമ്മ അടുക്കളയിലാ, വിളിക്കണോ? വേണ്ട വേണ്ട, നമ്മൾ സംസാരിക്കുമ്പോൾ എന്തിനാ അമ്മ അല്ലേ? മാഷൊരു കാര്യം പറഞ്ഞ മോൾ കേൾക്കോ? എന്താ സാർ? മോള് ആ ഡ്രസ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ക്യാമറയൊക്കെ ഒന്ന് ബാക്കിലോട്ട് വെച്ചിട്ട് മാഷൊന്ന് കാണട്ടെ മോളെ. ഒന്ന് ബാക്കിലോട്ടിരിക്കും. ആ ഷോളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. ആരും അറിയില്ലെന്നേ. എന്തിനാ മോള് പേടിക്കുന്നത്? മാഷല്ലേ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കറിയാം മാഷിൻ്റെ മോൾക്ക് ഇഷ്ടമാണെന്ന്. മോളുടെ മനസ്സിലെന്താണെന്ന് മാഷ് പറയട്ടെ. അമ്മ അറിഞ്ഞ ആകെ പ്രശ്നമാവുന്നല്ലേ. ആരും അറിയില്ലെന്നേ. ഞാനും മോളും മാത്രമേ അറിയൂ. ഒന്നും ബാക്കിലോട്ടിരിക്കുക. ആ ഷോളൊന്ന് താഴ്ത്തേ. കാണിക്കുന്നേ, പേടിക്കണ്ട. നീ എന്താ പറഞ്ഞെന്ന് ഞാൻ കേട്ടോ. പഠിപ്പിക്കാൻ വന്ന കുട്ടികളെ പഠിപ്പിക്കണം, അല്ലാതെ എന്റെ കൊച്ചിന്റെ ഡ്രസ്സിന്റെ അളവെടുക്കലല്ല നിന്റെ ജോലി. മനസ്സിലായോ? കൊച്ചു പിള്ളേരെ നിന്നെ പോലുള്ളവന്മാരാ ചുമ്മാ കയ്യും കലാശവും കാണിച്ച് വശീകരിക്കുന്നത്. നിർത്തിക്കോണം നിന്റെ പഠിപ്പിരിവിടെ. മതി. ഹായ്. ഏയ്, ഹലോ, ഹായ്. ഇതെൻ്റെ മോളാണ്. മോളുടെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാം. ഇതാണ് അച്ഛൻ്റെ റൂം. അവിടെയാണ്.
അവിടെയാണ് ഹമീദ്. खुश रहो बेटा, अल्लाह आपको लंबी जिंदगी दे. आपको गिफ्ट देने के लिए ओके, ये पेन रखो, अच्छा पढ़ाई करो. താങ്ക് യു അങ്കിൾ. Thank you, बेटा. ആഹാ, പഴംപൊരിയാ. ഫ്രൈഡ് റൈസ് സ്പെഷ്യൽ. താങ്ക്സ്. എത്ര നാളായിട്ടാ നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ പഴംപൊരി കഴിച്ചിട്ട്. പറ. പോകാൻ ഒരാഴ്ച കൂടെയല്ലേ ഉള്ളൂ. എന്തൊക്കെ സാധനം ഇനി വാങ്ങിക്കാനുണ്ട്? ഏകദേശം മേടിച്ചു. ഇനി വാങ്ങിക്കാനായി ഒന്നും ഇല്ല. അങ്ങോട്ട് മാറിയിരുന്ന അമ്മ. ഓ, എന്തുവാ, നമ്മുടെ വീടിന്റെ പണി എല്ലാം ഏകദേശം ആയി കഴിഞ്ഞു. നമുക്ക് ഗൃഹപ്രവേശം നടത്തിയാലോ? ഞാനും പറയാൻ എനിക്കുമായിരുന്നു, സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ആ, അപ്പൊ അച്ഛൻ നാട്ടിലേക്ക് ഞങ്ങളുടെ കൂടെ വരുമല്ലേ? അച്ഛനും വരും. അതെ, ഞാനൊരു 7 വർഷം മുമ്പ് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി ആകാൻ ഇനി കുറച്ചുകൂടി നാളുണ്ട്. പക്ഷേ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് നമുക്കതൊന്ന് ക്ലോസ് ചെയ്താലെന്ന് വിചാരിക്കുന്നു. ക്ലോസ് ചെയ്താൽ നാളെ ഇൻഷുറൻസിൻ്റെ കമ്പനി വരെ ഒന്ന് പോകണം. അതങ്ങ് ക്ലോസ് ചെയ്തെടുക്കാം. അങ്ങനെ തരുമോ അവര്? ക്യാൻസൽ ചെയ്താൽ പിന്നെ ബെനിഫിറ്റ് ഒന്നും കിട്ടത്തില്ല. ഗുഡ് മോർണിംഗ്. Yes, come in. ഞാൻ സച്ചിൻ. ഹായ് സച്ചിൻ. ഓർമ്മയുണ്ടോ ഇന്നലെ ഞാൻ വിളിച്ചിരുന്നത്? ആ, അതെ, ഒരു പോളിസിയുടെ കാര്യമല്ലേ? ഇരിക്കൂ. അതെന്തിനാ ഇപ്പൊ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്നത്? അത് ആക്ച്വലി എൻ്റെ വീട് പണി അടക്കമാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഫാമിലി ഇവിടെ ഉണ്ട്. അടുത്ത ആഴ്ച അവർ തിരിച്ചു പോകും. അപ്പം അതിൻ്റെ കൂടെ ഞാനും പോകുന്നുണ്ട് അവിടെ കൂടെ. അപ്പം ക്യാഷിൻ്റെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാനിപ്പം ഓൾറെഡി ഒരു 60,000 അടച്ചിട്ടുണ്ട്. പക്ഷേ മിസ്റ്റർ സച്ചിൻ, ഒരു കാര്യം അറിയോ? ഈ മെച്യൂരിറ്റിക്ക് 2-3 മാസം ബാക്കിയുള്ളൂ. ഓക്കെ. അതിന് മുമ്പേ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നതിൻ്റെ അടച്ചതിൻ്റെ ഒരു 30% കുറച്ചേ കിട്ടുള്ളൂ. ഇത് ജോയിൻ ചെയ്യിപ്പിക്കാൻ വന്നപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലായിരുന്നു. ഇല്ല, അത് മെച്യൂരിറ്റി കാലാവധിക്ക് മുമ്പായിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ അതിൻ്റെ 30% കുറയും. ഐ നീഡ് ദ മണി വെരി അർജന്റ്ലി. മിസ്റ്റർ സച്ചിൻ, ഇത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ അപകട മരണമോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഈ 300,000ൻ്റെയും ഇരട്ടി 600,000 ദിർഹംസ് കിട്ടും. പക്ഷേ അല്ല, ഇതിപ്പോൾ ഒരു കുറച്ച് സമയത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്നുകൂടെ കുറച്ചുകൂടെ ആലോചിച്ചിട്ട് വളരെ ശാന്തമായിട്ടൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കും. Hold on. Okay, Mr. Sachin. Okay, all the best. Mr. Sachin, your document. ഓ സോറി. താങ്ക് യു. Okay. ആ, ഹമീദ് കയറും. സച്ചേട്ടൻ വന്നില്ലേ? വാ, കയറി വാ. ഇരിക്കെ, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. അച്ഛനെന്തിയാ അങ്കളെ? അച്ഛനെന്താ വരാഞ്ഞേ? അച്ഛനൊന്നുമില്ല, അച്ഛൻ വരും. എന്നെ പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞാണല്ലോ. അമ്മ ഇവർ അച്ഛനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. സച്ചേട്ടൻ എന്താ വിളിച്ചിട്ട് കിട്ടാത്തത്? എന്ത് പറ്റി സച്ചേട്ടന്? സച്ചി ചെറിയൊരു പ്രശ്നപ്പെട്ട് ഹോസ്പിറ്റലാണ്. എന്ത് പ്രശ്നം? ഇല്ല, പേടിക്കാനൊന്നുമില്ല. സച്ചി വരും. എന്താ പറ്റിയത്? ഏത് ഹോസ്പിറ്റലാ സച്ചേട്ടൻ? ഇല്ല, കാര്യമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. നിൽക്ക്, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം.
പോകാം. ഏത് ഹോസ്പിറ്റലാണ് നിൽക്കുന്നത്? ബാ, നമുക്ക് പോകാം. പിശാചേട്ടനെ കാണണം. ബാ, പോകാന്ന്. അമ്മേ അമ്മേ ബടാനേ പോകാന്ന്. അച്ഛന് हेलो अस्सलाम वालेकुम अम्मी जान। मेरा वजह से मेरा सुपरवाइजर का मौत हो गया। मुझको बचाते बचाते बेचारे का डेथ हो गया। दुआ करो उसके लिए, बहुत अच्छा आदमी था। हम लोग कंस्ट्रक्शन साइड में काम कर रहा था, साइड में मैं गिरने वाला था, मेरे को बचाते बचाते वो गिर गया। अल्लाह यार हम राहिमीन, यार हम राहिमीन, उसको मग़फ़िरत कर। സച്ചിൻ്റെ കസിൻ അല്ലേ? അതെ സാർ. ഓക്കെ. സത്യത്തിൽ എന്താ സംഭവിച്ചത്? സൈറ്റിൽ വെച്ച് ഒരു അപകടം ഉണ്ടായി. ഒരു പാകിസ്ഥാനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സച്ചി തെന്നി വീണു. തലയിടിച്ചാ വീണത്. ഹോസ്പിറ്റലിലേക്ക് എത്തിയതിന് മുമ്പ് തന്നെ. കഷ്ടമായില്ലേ? കഴിഞ്ഞ ദിവസം പുള്ളി ഇവിടെ വന്നിരുന്നു ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാനേ. വളരെ വളരെ അപ്സെറ്റായിട്ടാണ് തിരിച്ചു പോയത്. ഇനിയിപ്പോൾ എന്താ അതിൻ്റെ പ്രൊസീജിയറൊക്കെ എങ്ങനെയാണ്? ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകണം. ഈ ഇൻഷുറൻസിൻ്റെ കാര്യം ടെൻഷൻ അടിക്കണ്ട കേട്ടോ, അത് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. നിങ്ങൾ ഫാമിലിയൊക്കെ ഒന്ന് അറിയിച്ചോളൂ, വേണ്ടതുപോലെ ചെയ്യാം കേട്ടോ. വിഷമിക്കണ്ട. ആഹാ, അമ്മയും മോളും കൂടി എന്തെടുക്കുക? മൈലാഞ്ചി ഇടുകയാണോ? മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞു രാവിലെ. അച്ഛ അതെന്താ അച്ഛ? ആ, മോൾക്കൊരു ഷോള് വാങ്ങി. കൊള്ളാമോ? കൊള്ളാം. ഇതൊന്ന് ഇട്ട് നോക്കിയേ. അച്ഛ ഞാനിത് പിന്നെ ഇട്ട് നോക്കാം.